ഇനി നമുക്ക് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ നോക്കാം കേട്ടോ. എങ്ങനെയാണ് റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്? രണ്ട് മെത്തേഡ് വഴിയാണ് റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് കെമിക്കൽ മെത്തേഡും ഒന്ന് ന്യൂറൽ കൺട്രോളാണ്. കെമിക്കൽ കൺട്രോൾ ന്യൂറൽ കൺട്രോൾ. എങ്ങനെയാണ് കെമിക്കൽ കൺട്രോൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് കെമിക്കൽ കൺട്രോൾ ഓഫ് റെസ്പിറേഷൻ ഇറ്റ് ഒക്കേഴ്സ് ഇൻ അവർ ബോഡി? നമ്മൾ നോക്കിക്കേ, ഇവിടുന്ന് പമ്പ് ചെയ്യുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഇത് അയോർട്ടയാണ് അല്ലെ. ഈ അയോർട്ടയിൽ നമുക്ക് കാണാം അസെൻഡിങ് അയോർട്ട, ഡിസെൻഡിങ് അയോർട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അയോർട്ടയുടെ പല ഭാഗങ്ങളുണ്ട്. അസെൻഡിങ് അയോർട്ട എന്ന് പറയുന്നത് നമ്മുടെ നെക്കിലേക്ക്, ഫേസിലേക്ക്, ബ്രെയിനിലേക്കൊക്കെ ബ്ലഡ് കൊണ്ടുപോകുന്ന അയോർട്ട, ആ ആർട്ടറീസ് ഒക്കെ അസെൻഡിങ് അയോർട്ട വഴിയാണ് പാസ് ചെയ്യുക. അതായത് കരോട്ടിഡ് ആർട്ടറീസ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് അസെൻഡിങ് അയോർട്ട. ഈ കരോട്ടിഡ് ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ ദ ആർട്ടറീസ് വിച്ച് ക്യാരി ബ്ലഡ് ടു നെക്ക്, ഫേസ് ആസ് വെൽ ആസ് ബ്രെയിൻ റീജിയൻ. അതിനാണ് നമ്മൾ കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്നത്. അപ്പൊ കരോട്ടിഡ് ആർട്ടറിയിലേക്ക് പോകുന്ന ബ്ലഡിനകത്ത് ഇഫ് ദർ ഈസ് മോർ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്, ദിസ് കാർബൺ ഡയോക്സൈഡ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ദ കീമോ റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ ദ കരോട്ടിഡ് ആർട്ടറി. കരോട്ടിഡ് ആർട്ടറിയിലുള്ള കീമോ റിസപ്റ്റേഴ്സിന് അതിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. എന്തിനെ? കാർബൺ ഡയോക്സൈഡിന്. അപ്പൊ ഈ കീമോ റിസപ്റ്റേഴ്സ് കാർബൺ ഡയോക്സൈഡിനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗിവ് മെസ്സേജ് ടു ദ പാർട്ട് ഓഫ് ബ്രെയിൻ which will control our respiration. എന്ന് പറഞ്ഞാൽ ന്യൂറൽ കൺട്രോൾ. ന്യൂറൽ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിന്റെ മെഡുല റീജിയനും, ന്യൂറൽ കൺട്രോൾ ഇറ്റ് ഈസ് ഡൺ ബൈ മെഡുല ആൻഡ് പോൺസ് വെറോളി. ഓക്കെ, മെഡുല റീജിയനും പോൺസും ആണ്. മെഡുല റീജിയൻ ദാറ്റ് ഈസ് റെസ്പിറേറ്ററി റിതം സെന്റർ. റെസ്പിറേറ്ററി റിതം സെന്റർ ആണ് മെഡുല റീജിയൻ എന്ന് പറയുന്നത്. പോൺസ് വെറോളി എന്ന് പറയുന്ന ഭാഗം ദാറ്റ് ഈസ് ന്യൂമോടാക്സിക് സെന്റർ. നമ്മൾ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പഠിച്ചപ്പോൾ ഹിൻഡ് ബ്രെയിന്റെ മെഡുല, പോൺസ് റീജിയന്റെ ഫംഗ്ഷൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ ഈ മെഡുല റീജിയനും പോൺസ് റീജിയനും കൂടിയിട്ടാണ് അതിന്റെ ന്യൂറൽ കൺട്രോൾ ചെയ്യുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് കരോട്ടിഡ് ആർട്ടറിയിൽ കൂടുതലാണെങ്കിൽ കരോട്ടിഡ് ആർട്ടറിയിൽ ഇരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന കീമോ റിസപ്റ്റേഴ്സ് ആ മെസ്സേജ് റിസീവ് ചെയ്യും. ദാറ്റ് വിൽ ബി പാസ് ടു ദ മെഡുല റീജിയൻ. മെഡുല റീജിയനിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യും. മെഡുല റീജിയൻ ഇറ്റ് വിൽ give message to our respiratory system or to the thoracic cavity muscles. നമുക്കറിയാം thoracic cavity ഏതൊക്കെ മസിൽസ് ആയിരിക്കുന്നത്? ഇന്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രോം കൂടിയിട്ടാണ് നമ്മുടെ ചെസ്റ്റിന്റെ ക്യാവിറ്റിയുടെ വോള്യൂം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് കൺട്രാക്ഷനും റിലാക്സേഷനും നടത്തുന്നത് അല്ലെ. അതിനകത്ത് ഇന്റർകോസ്റ്റൽ മസിൽസിലും ഡയഫ്രത്തിലേക്കും മെസ്സേജ് കൊടുക്കുന്ന മെഡുല റീജിയനിൽ നിന്നാണ്. That is according to the concentration of carbon dioxide in the carotid artery. അപ്പോൾ മെഡുല റീജിയനിലേക്ക് മെസ്സേജ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാന്നുള്ള ഒരു മെസ്സേജ് ചെന്നാല് മെഡുല റീജിയൻ ഗീവ് എ മെസ്സേജ് ടു ഇന്റർകോസ്റ്റൽ മസിൽ ആൻഡ് ദ ഡയഫ്രം. സാധാരണ മെഡുല റീജിയൻ കൊടുക്കുന്ന മെസ്സേജ്, ഇന്റർകോസ്റ്റൽ മസിലിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലിലേക്ക് മാത്രമേ മെസ്സേജ് കൊടുക്കുള്ളൂ. അപ്പൊ എന്താവും? എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ഇറ്റ് അണ്ടർഗോ കൺട്രാക്ഷൻ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ നോർമൽ ബ്രീത്തിങ്. അതൊരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ, ഒരു ഗ്യാപ്പ് ഇടവിട്ട്, അതായത് ഒരു ആള് ഒരു മിനിറ്റിൽ ഏകദേശം 12 to 14 times they will breathe. 12 മുതൽ 14 പ്രാവശ്യം വരെ ഒരാള് ബ്രീത്ത് ചെയ്യും. എന്ന് പറഞ്ഞാല് ഒരാള് 6000 to 8000 ml ഓഫ് എയർ വിൽ ബി ടേക്കൻ ഇൻസൈഡ് പെർ മിനിറ്റ്. ഒരു മിനിറ്റില് 6000 മുതൽ 8000, 12 to 16, okay, not 12 to 14, 12 to 16 times a person will normally breathe. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് മെസ്സേജ് ഇറ്റ് വിൽ ബി ഗിവൻ ടു ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ഓൾസോ. അപ്പൊ എന്തായി? thoracic ക്യാവിറ്റിയുടെ വലിപ്പം കൂടുകയും ദ ഡീപ്നെസ് ഓഫ് ദ ബ്രീത്ത് വിൽ ബി ഇൻക്രീസ്ഡ്. അതായത് കുറച്ച് അധികം എമൗണ്ട് എയർ എടുക്കുകയും അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ സഹായിക്കുകയും ചെയ്യും. ദാറ്റ് വിൽ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ന്യൂമോടാക്സിക് സെന്റർ ഓഫ് ദ pons. Appa medulla region, if it is giving the respiratory rhythm, the deepness of the breath, it is controlled by the pneumotaxic center of pons region. Okay, so here diaphragm and intercostal muscle, it receive the message from the medulla, that is according to the message which is received from the chemoreceptors present in the carotid artery, according to the carbon dioxide concentration present in that region. അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി റീജിയനെ കൺട്രോൾ ചെയ്യുന്ന കെമിക്കൽ റെഗുലേഷനും അതേപോലെ തന്നെ ന്യൂറൽ റെഗുലേഷനും ഉണ്ട്. കെമിക്കൽ റെഗുലേഷൻ ചെയ്യുന്ന കീമോ റിസപ്റ്റേഴ്സ്, കരോട്ടിഡ് ആർട്ടറിയിൽ ഇരിക്കുന്ന കീമോ റിസപ്റ്റേഴ്സ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ
മെഡുലയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ്, മെഡുലയ്ക്കും പോൺസിനും കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ചാണ്. അതാണ് കീമോ റിസപ്റ്റേഴ്സ്, കെമിക്കൽ ടൈപ്പ് ഓഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്, ന്യൂറൽ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഈ കെമിക്കൽ റെഗുലേഷൻ നടക്കുന്നതനുസരിച്ച് മെഡുല്ല ഇന്റർകോസ്റ്റൽ മസിൽസിലേക്കും ഡയഫ്രത്തിലേക്കും മെസ്സേജ് കൊടുക്കുമ്പോൾ ബോത്ത് വിൽ അണ്ടർഗോ കൺട്രാക്ഷൻ ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ thoracic cavity, ഹെൽപ്പ് ഇൻ ഇൻസ്പിരേഷൻ. ഇൻസ്പിരേഷൻ ഏകദേശം 2 സെക്കൻഡ് ആണ് ഇൻസ്പിരേഷൻ എടുക്കുന്നതെങ്കിൽ എക്സ്പിരേഷൻ ഇറ്റ് വിൽ ടേക്ക് 3 സെക്കൻഡ്സ്. ഒരിക്കൽ നമ്മൾ ഇൻസ്പയർ ചെയ്താൽ നമ്മുടെ ആൽവിയോളൈറ്റ്സിൽ ഫുൾ ഓക്സിജൻ നിറയും. ഓക്സിജൻ നിറഞ്ഞ് ആ ഓക്സിജൻ നമ്മുടെ ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ when it is pumping through this aorta, the carotid artery, again it will receive the oxygenated blood and the carbon dioxide will be reduced. Carbon dioxide reduce ആയി കഴിഞ്ഞാൽ എന്താവും? കീമോ റിസപ്റ്റേഴ്സ് ഒക്കെ അവരെ പണി നിർത്തും. കാരണം എന്താ? കീമോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ആരാ? കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലെ. നമ്മളിവിടെ ബ്രീത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ഓൾറെഡി ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, ഓക്സിജൻ ഇതിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ there is no need of further stimulation. So what happened? Automatically the message which was given to medulla will be withdrawn. മെഡുലയ്ക്ക് കൊടുത്ത മെസ്സേജ് വിഡ്രോ ചെയ്യും. മെഡുല എന്ത് ചെയ്യും? ആ ഇന്റർകോസ്റ്റൽ മസിൽസിലേക്കും ഡയഫ്രത്തിലേക്കും കൊടുത്ത മെസ്സേജ് വിഡ്രോ ചെയ്യും. അപ്പൊ ഇന്റർകോസ്റ്റൽ മസിലും ഡയഫ്രോം റിലാക്സ് ചെയ്യും, അത് അതിന്റെ നോർമൽ പൊസിഷനിലേക്ക് പോവുകയും പൾമണറി ക്യാവിറ്റിയിലെ അല്ലെങ്കിൽ thoracic ക്യാവിറ്റിയിലെ പ്രഷർ കൂടുകയും വോളിയം കുറയുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി there will be released out that lead to exhalation. Exhalation 3 seconds എടുക്കും. 2 seconds inhalation, 3 seconds exhalation. അതേപോലെ കൊച്ചുകുട്ടികളിൽ ഏകദേശം 44 പ്രാവശ്യത്തോളം അവർ ബ്രീത്ത് ചെയ്യും പെർ മിനിറ്റ്, ബിക്കോസ് ദേ ഹാവ് മോർ 2,3-bisphosphoglyceric ആസിഡ്. ഞാൻ അവിടെ എന്താണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവിൽ അഫക്ട് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് 2,3-bisphosphoglyceric ആസിഡ്. നമ്മളവിടെ ഒരുപാട് ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തില്ല. ഞാൻ അവിടെ പറയാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 2,3-bisphosphoglyceric acid it is seen in negligible quantity in our body. അത് സാധാരണ ഇൻഫൻസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഞാനത് അവിടെ അവോയ്ഡ് ചെയ്തത്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണത് 2,3-bisphosphoglyceric acid എന്ന് പറയുന്ന ഒരു കെമിക്കൽ നമ്മുടെ ആർബിസിയുടെ പുറത്തുണ്ട്. അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ അഫിനിറ്റി ഓക്സിജനോട് കൂട്ടാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു കെമിക്കലാണിത്. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മൾ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹീമോഗ്ലോബിൻ ഓക്സിജനെ വിട്ടുകൊടുക്കാൻ എപ്പോഴും മടി കാണിക്കും 2,3-bisphosphoglyceric ആസിഡ് കൂടുതലാണെങ്കിൽ. 2,3-bisphosphoglyceric ആസിഡ് കുറയുമ്പോൾ ഹീമോഗ്ലോബിനും ഓക്സിജനും ആയിട്ടുള്ള അഫിനിറ്റി സാധാരണ കുറയും. അപ്പൊ എന്താവും? ഡിസോസിയേഷൻ ഈസി ആവും. അത് ക്യാരി ചെയ്യാൻ മാത്രമല്ല ഡിസോസിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. കുഞ്ഞു കുട്ടികളിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ 2,3-bisphosphoglyceric ആസിഡ് കൂടുതലായിരിക്കും അവർക്ക്. കാരണം അവർക്ക് 2 ആൽഫ 2 ഗാമ ചെയിനാണുള്ളത്. അപ്പൊ അവർക്ക് 2,3-bisphosphoglyceric ആസിഡ് കൂടുതലായിരിക്കും അവരെ ഹീമോഗ്ലോബിനിൽ. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ടുള്ള അഫിനിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഓക്സിജൻ അവർക്ക് ഡിസോസിയേറ്റ് ചെയ്ത് കൊടുക്കാൻ മടിയായിരിക്കും. അപ്പൊ അവർക്ക് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ബ്രീത്തിങ് ചെയ്താലാണ് അവരെ ടിഷ്യൂസിന് വേണ്ടത്ര ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നില്ലേ 100 ml ഓഫ് ബ്ലഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് 5 ml ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നില്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ നിന്ന് എടുക്കുന്ന 95 mmHg oxygen, when it is passing through this one, it is reaching here and it is again carrying 40 mmHg oxygen here. എന്ന് പറഞ്ഞാൽ 95-ന്ന് 45 ഇവിടെ കൊടുക്കുന്നുള്ളൂ, ബാക്കി 40 വീണ്ടും എങ്ങോട്ട് ക്യാരി ചെയ്യുന്നുണ്ട്? ഇറ്റ് വിൽ ക്യാരി ബാക്ക് അല്ലെ. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് അത്ര കുറവൊന്നുമല്ല. 19.4 ml അപ്രോക്സിമേറ്റ്ലി 20 ml ഓഫ് ഓക്സിജൻ അവർ ക്യാരി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ ആകെ 5 ml കൊടുക്കുള്ളൂ. ബാക്കി 15 ml അല്ലെങ്കിൽ 14.4 ml ബ്ലഡ് ഓക്സിജൻ വീണ്ടും തിരിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നമ്മൾ എന്താ പറയാ ഒരു നെറ്റ് amount ഓഫ് ഓക്സിജൻ വിച്ച് ഈസ് ക്യാരിഡ് ത്രൂ ദ ബ്ലഡ് ആൻഡ് ഡെലിവേർഡ് ടു ദ ടിഷ്യൂസ്. അതായത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഓക്സിജൻ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓക്സിജൻ, ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യുന്ന ഓക്സിജൻ 5 ml per 100 ml ഓഫ് ബ്ലഡ് എന്ന് പറയാനുള്ള കാരണം കേട്ടോ. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഈ 2,3-bisphosphoglyceric ആസിഡ് നമുക്കുണ്ട്. 2,3-bisphosphoglyceric ആസിഡ് നമുക്കുണ്ട്, പക്ഷെ അത് വളരെ നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റിയിലാണ് ഉള്ളത്. അപ്പൊ ഈ 2,3-bisphosphoglyceric ആസിഡ് കൂടുതലുള്ളത് കൊണ്ടാണ് ഇൻഫൻസിന്റെ കേസിൽ 2,3-bisphosphoglyceric ആസിഡ് ഒരുപാട് ഉള്ളതുകൊണ്ടാണ് അവർ 44 പ്രാവശ്യം ഒരു മിനിറ്റിൽ ബ്രീത്ത് ചെയ്യേണ്ടി വരുന്നത്.
കാരണം ഹീമോഗ്ലോബിന്റെ അഫിനിറ്റി അവർക്ക് കൂടുതലായിരിക്കും 2,3-bisphosphoglyceric ആസിഡ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഇതിൽ വരുന്ന ഈ ബ്ലഡിനകത്ത് ഹീമോഗ്ലോബിനാണ്, ഹീമോഗ്ലോബിൻ ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് കാണാം. ഇവിടെ വന്നു കഴിയുമ്പോൾ 2,3-bisphosphoglyceric ആസിഡ് ഒത്തിരി ആണെങ്കിൽ അത് ഓക്സിജന് കൊടുക്കാൻ മടി കാണിക്കും. കുറവാണെങ്കിലോ ഓക്സിജന് കൊടുക്കാൻ അത്ര വലിയ മടിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് കുറവാന്നേ ഉള്ളൂ, ഇല്ലാന്നില്ല. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കംപ്ലീറ്റ് ഓക്സിജൻ ആർക്ക് കൊടുക്കില്ല? ടിഷ്യൂസിന് കൊടുക്കില്ല. നമുക്ക് നോക്കിയാല് ഇതിൽ കൂടെ ക്യാരി ചെയ്യുന്ന ബ്ലഡ് 95 mmHg ഓക്സിജൻ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചു പോകുന്ന ബ്ലഡിനകത്ത് 40 mmHg ഓക്സിജൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കംപ്ലീറ്റ് ഇവിടെ കൊടുക്കുന്നില്ല എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം. സോ ഹിയർ ഫ്രം ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇവിടെ വരുമ്പോൾ ഏകദേശം 5 ml ഓക്സിജനെ ഇവിടെ വിട്ടു കൊടുക്കുന്നുള്ളൂ. ബാക്കി 15 ml ഓക്സിജൻ ഇറ്റ് വിൽ ബി ക്യാരിഡ് ബാക്ക്. 15 ml ഓക്സിജനോളം അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് 20 ml ഓഫ് ഓക്സിജൻ ഇറ്റ് ഈസ് ക്യാരിഡ് ത്രൂ ദ ഓക്സിജനേറ്റഡ് ബ്ലഡ് and it will deliver only 5 ml of oxygen, remaining 15 ml oxygen it is carrying back. അങ്ങനെയുണ്ട്. ഡീഓക്സിനേറ്റഡ് ബ്ലഡ് വഴി അത് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ 100 ml of blood is able to carry only 5 ml of oxygen എന്ന് പറയാനുള്ള കാരണം കേട്ടോ. അത് സാധാരണ ചോദിക്കാറില്ല. ഞാനിപ്പോൾ അത് 2,3-bisphosphoglyceric ആസിഡ് പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ കൂടെ അങ്ങ് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ റെഗുലേഷൻ ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. ഇനി നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിന് അസോസിയേറ്റ് ആയിട്ടുള്ള കുറെ ഡിസോർഡേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഇറ്റ് ഹാസ് ഗിവൻ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്, ദാറ്റ് ഈസ് ആസ്മ. ആസ്മ എന്ന് പറയുന്നത് എന്താണ്? ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് വിച്ച് കോസ് വീസിങ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾ. അതായത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വിച്ച് ലീഡ് ടു വീസിങ് പ്രോബ്ലം. വീസിങ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ശ്വാസമുട്ട് പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവും. ദാറ്റ് ഈസ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾ. ബ്രോങ്കൈന്റെയും ബ്രോങ്കിയോളിന്റെയും ഉള്ളിലുള്ള ഇൻഫ്ലമേഷൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്വെല്ലിങ്. അതുകൊണ്ടാണ് എന്തുണ്ടാവുക? ആസ്മ ഉണ്ടാവുക. സോറി, നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് എംഫിസീമ. എംഫിസീമ എന്ന് പറയുന്ന ഒരു ക്രോണിക് ഡിസോർഡർ ആണ്. അതായത് സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ ഉള്ള ആളുകളിലാണ് സാധാരണ അത് കാണുക. ആൽവിയോളസിന്റെ കണ്ടിന്യൂസ് ഡാമേജ് ആണ് എംഫിസീമയ്ക്ക് കാരണമാകുന്നത്. സോ ഹിയർ വി ക്യാൻ സി ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ് ഡ്യൂ ടു വിച്ച് റെസ്പിറേറ്ററി സർഫസ് ഇസ് ഡിക്രീസ്ഡ്. റെസ്പിറേറ്ററി സർഫസ് ഡിക്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? ഡിഫ്യൂഷൻ റേറ്റ് വളരെ കുറയും. ഓക്സിജന്റെ അളവ്, നമ്മുടെ ബോഡിയിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്ന ഓക്സിജന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ കോസ് ഓഫ് major cause of this is cigarette smoking. Okay, ഇപ്പൊ നമ്മുടെ ആൽവിയോളസ് ഒക്കെ ഇരിക്കുമ്പോഴേ, ആൽവിയോളസ് നോക്കിക്കേ, ഇങ്ങനെ കുറെ ആൽവിയോളസ് ഇങ്ങനെ അടുത്തടുത്തൊക്കെ ആയിരിക്കും ഇരിക്കണേ കേട്ടോ. അപ്പൊ ഈ ആൽവിയോളസിനൊക്കെ ഓരോ ഡക്റ്റ് ഉണ്ട് അല്ലെ. ഈ ഡക്റ്റ് വഴിയാണ് അവര് ആൽവിയോളസിന്റെ ഉള്ളിലേക്കുള്ള എയറിനെ റിസീവ് ചെയ്യാം. അപ്പൊ ഈ ഡക്റ്റിന് എന്തെങ്കിലും ഒന്ന് ബ്ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ആൽവിയോളസ് നിറയാതെ വരും. ആൽവിയോളസ് നിറയാതെ വരുമ്പോ ഇതെന്താ യൂസ്ലെസ് ആവും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തറിയോ? ഈ ആൽവിയോളസിന്റെ അടുത്തല്ലേ ഇരിക്കുന്നത്. ഇതും ഒരു ഡിഫ്യൂസിങ് മെമ്പറൈനാ, ഇതും ഒരു ഡിഫ്യൂസിങ് മെമ്പറൈനാ അല്ലെ. അപ്പൊ ഇത് നിറഞ്ഞ ഇതിനകത്തേക്ക് വായു ഇല്ലാന്നുണ്ടെങ്കിൽ അത് പതുക്കെ ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്ത് എൻ്റർ ചെയ്തോളൂ. അങ്ങനെ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അപ്പൊ പക്ഷെ ആൽവിയോളാർ വാളിന് ഡാമേജ് പറ്റിയാലോ? അതൊന്നും നടക്കില്ല. അപ്പൊ എന്താ? അതൊരു ക്രോണിക് ഡിസോർഡർ ആയിട്ട് മാറും. അതായത് നമ്മുടെ സർഫസ് ഏരിയ ഓഫ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന സർഫസ് ഏരിയ അങ്ങനെ കുറഞ്ഞങ്ങോട്ട് പോകും. That will lead to emphysema. That is due to cigarette smoking. ഓർത്തിരുന്നോളൂ, ഇത് പലപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് occupational respiratory disorder. Occupational respiratory disorder നമുക്ക് പറയാവുന്ന വേറൊരു പേരാണ് pneumoconiosis. ന്യൂമോകോണിയോസിസ് എന്ന് പറഞ്ഞാൽ ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. നമുക്കറിയാം മൈനിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ, അതേപോലെ ഇങ്ങനെ ഒരുപാട് പൊടി അടിക്കുന്ന പണിയെടുക്കുന്ന ആൾക്കാർ, ആസ്ബസ്റ്റോസിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ സർട്ടൻ ഇൻഡസ്ട്രീസ് എസ്പെഷ്യലി ദോസ് ഇൻവോൾവിങ് ഗ്രൈൻഡിങ് ഓർ സ്റ്റോൺ ബ്രേക്കിംഗ്, സോ മച്ച് ഡസ്റ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡസ്റ്റ്, അതായത് 2 മൈക്രോമീറ്റർ ഡയമീറ്ററിൽ താഴെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും നമ്മുടെ കണ്ടക്ടിങ് സോണിന് ഫിൽട്ടർ ചെയ്ത് കളയാൻ പറ്റില്ല. നമ്മൾ എന്താ പഠിച്ചത്? ദ സിലിയേറ്റഡ് എപ്പിത്തീലിയം വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ കണ്ടക്ടിങ് സോൺ വിൽ ഹെൽപ്പ് ഇൻ ഫിൽറ്ററിങ് ദ എയർ വിച്ച് ഇസ് ഗോയിങ് ടു ദ ലങ്സ് എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ അങ്ങനത്തെ കേസിൽ ഇവർക്ക് വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല.
അപ്പോൾ ഈ ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ മേഖലകളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് സാധാരണ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പിൽ ഒരു നല്ലൊരു ഡ്യൂറേഷൻ ഇവർക്ക് വെക്കേഷൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതായത് ഹോളിഡേയ്സ് കൊടുത്തതിന് ശേഷം മാത്രമാണ് പിന്നെ അടുത്ത ഷിഫ്റ്റിലേക്ക് അവർ എൻ്റർ ചെയ്യുള്ളൂ. പക്ഷെ എല്ലായിടത്തും അത് പ്രായോഗികമല്ല. നമ്മൾ കുറച്ച് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മൈനിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ കുറേ നാൾ അവർക്ക് റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഇതില് ഒരു അടുത്ത സെക്ഷനിലേക്ക് അവർ ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു ടൈം ഗ്യാപ്പ് അവർ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമ്മുടെ ലങ്സിനെയൊക്കെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലങ്സിനെയൊക്കെ പ്യൂരിഫൈ ചെയ്ത് അത് എന്താണ് കേറിയ പൊടിപടലങ്ങളെയൊക്കെ ഒന്ന് എലിമിനേറ്റ് ആയി കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിൽ ഒന്ന് വർക്ക് ചെയ്ത് അതിനെയൊക്കെ ഒന്ന് പുറന്തള്ളി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഗ്യാപ്പാണ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ ഫൈബ്രോസിസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഡസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് കയറി കഴിയുമ്പോൾ ലങ്സിന് അത് ഡിസ്റ്റർബൻസ് ആവുകയും അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൈബ്രോസിസ് വിൽ ബി ഫോംഡ് ഇൻസൈഡ് ഓർ പ്രൊലിഫറേഷൻ ഓഫ് ഫൈബ്രസ് ടിഷ്യൂ ഇറ്റ് വിൽ ബി ഫോംഡ് ഇൻസൈഡ് ദ ആൽവിയോളസ്. അപ്പൊ എന്താവും, ആൽവിയോളസിന്റെ ഉള്ളിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും, ചെറിയ ചെറിയ സ്വെല്ലിങ്സ് ഉണ്ടാവും. ദാറ്റ് കോസ് സീരിയസ് ലങ് ഡാമേജ്. അത് ലങ് ഡാമേജിന് കാരണമാവും കേട്ടോ. അങ്ങനത്തെ മേഖലകളിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഒന്നുപോലെ മാസ്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഷോർട്ട് ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ ദ വർക്ക് ദേ ഹാവ് ടു ടേക്ക്. ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ബ്രേക്ക് അല്ല, കുറച്ച് ദിവസങ്ങൾ അതൊന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി അവർ സമയം കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഡിസീസ് പറയുന്നതാണ് ന്യൂമോകോണിയോസിസ്. ന്യൂമോകോണിയോസിസ് ഈസ് നത്തിങ് ബട്ട് ഒക്യുപേഷണൽ ഡിസോർഡർ, റെസ്പിറേറ്ററി ഡിസോർഡർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കാത്തതാണ്, കുറച്ച് പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് നോട്ട് ചെയ്തോ. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ വൈറൽ ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് ബ്രോങ്കൈലും അതുപോലെ ബ്രോങ്കൈലൊക്കെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നതിനെയാണ്. ബാക്ടീരിയ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് ബ്രോങ്കൈൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ തിക്ക് ഗ്രീനിഷ് യെല്ലോ സ്പ്യൂട്ടം. ഓക്കെ, തിക്ക് ഗ്രീനിഷ് യെല്ലോ സ്പ്യൂട്ടം, ദാറ്റ് ഈസ് ദ സിംറ്റം ഓഫ് ദിസ് ബ്രോങ്കൈറ്റിസ്. പിന്നെ അടുത്തത് ബ്രോങ്കിയൽ ആസ്മ. ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള അലർജിക് ഡിസീസ് ആണ്. That is due to hypersensitivity of bronchiole to foreign substances. ഇപ്പൊ നമ്മൾ ചില ആളുകൾക്ക് ഡസ്റ്റിനോട് വല്ലാത്ത അലർജി കാണും, ചില ആളുകൾക്ക് ചില സ്മെല്ലിനോടായിരിക്കും. അതായത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് വല്ലാതെ സ്റ്റിമുലേറ്റ് ചെയ്യും, അത് അലർജിക് റെസ്പോൺസ് കാണിക്കുകയും ചെയ്യുന്നതാണ് ബ്രോങ്കൈറ്റിസ് ആസ്മ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് ആസ്മ അല്ല, ബ്രോങ്കിയൽ ആസ്മ കേട്ടോ. അതിന് ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് കഫിങ്, വീസിങ്, or we can say the breathing difficulty, കുറച്ച് ശ്വാസം മുട്ട് പോലെ ഉണ്ടാവുക, അതേപോലെ തന്നെ ചുമ വരിക, അതൊക്കെയാണ് ബ്രോങ്കിയൽ ആസ്മയുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ന്യൂമോണിയ. ന്യൂമോണിയ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ ബാക്ടീരിയ ദാറ്റ് ഈസ് കോൾഡ് ആസ് ന്യൂമോകോക്കൈ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയാണ് ന്യൂമോണിയയുടെ കോസറ്റീവ് ഓർഗാനിസം. ഓക്കെ, ന്യൂമോണിയ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലങ്സിന്റെ ആൽവിയോളസ് ഫുള്ള് WBCയും അതുപോലെ ഫ്ലൂയിഡും വന്ന് നിറയും. അതായത് ന്യൂമോണിയ ഉണ്ടാക്കുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ഓർഗാനിസം നമ്മുടെ ലങ്സിന്റെ ഉള്ളിലേക്ക് എഫക്ട് ചെയ്യാൻ പറ്റും. ലങ്സിന്റെ ഉള്ളിലേക്ക് അത് എഫക്ട് ചെയ്യുമ്പോൾ, അതായത് ലങ്സിന്റെ ഉള്ളിലേക്ക് അത് ഇൻഫെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഡിഫൻസ് മെക്കാനിസം വെറുതെ ഇരിക്കില്ല. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ദേ വിൽ സ്റ്റാർട്ട് മൂവിങ് ഇറ്റ്സ് WBC ടുവേഴ്സ് ദ ലങ്സ് റീജിയൻ. WBCനെയൊക്കെ ലങ്സ് റീജിയനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും. ലങ്സിന്റെ അവിടെ വന്നിട്ട് they start acting against this particular bacteria. ബാക്ടീരിയയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ ഈ പറയുന്ന ഡാമേജ്ഡ് ആയിട്ടുള്ള എല്ലാ സെൽസും അതുപോലെ WBCയുടെയൊക്കെ അക്യുമുലേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. ന്യൂമോണിയ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഫേറ്റൽ. നെക്സ്റ്റ് വൺ ഈസ് ട്യൂബർക്ലോസിസ്. ട്യൂബർക്ലോസിസ് എന്താണെന്ന് നമുക്കറിയാം, TB, ക്ഷയം പോലത്തെ അസുഖങ്ങൾ അല്ലേ, അതും നമ്മുടെ ലങ്സിനെ കാർന്നു തിന്നുന്ന ഒരു രോഗമാണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം, ഒരു ബാക്ടീരിയയാണ് ഈ പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വൂപ്പിംഗ് കഫ്. വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നതും ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു ബോർഡറ്റെല്ല പർച്ചുസിസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് വൂപ്പിംഗ് കഫ്. ഓക്കെ, വൂപ്പിംഗ് കഫ് എന്ന് പറയുന്ന ഡിസീസും ഈ പറയുന്ന റെസ്പിറേറ്ററി ഡിസോർഡർ ആണ്, അതും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. പിന്നെ നമുക്ക് മൗണ്ടൻ
സിക്നസ് കാണാൻ പറ്റും. മൗണ്ടൻ സിക്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ ഒരുപാട് വലിയ മലയുടെ മേലേക്ക് കയറും തോറും അവിടുത്തെ അന്തരീക്ഷത്തിന്റെ മർദ്ദം അല്ലെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു വരും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ് എഫിഷ്യൻസി, അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഗ്രേഡിയന്റ് വെച്ചിട്ടാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുക അല്ലെ. അതായത് തൊറാസിക് ക്യാവിറ്റിയുടെ ഉള്ളിലുള്ള തൊറാസിക് ക്യാവിറ്റിയുടെ ഉള്ളിലുള്ള പൾമനറി പ്രഷർ കുറച്ച് അറ്റ്മോസ്ഫിയറിലെ ഹൈ പ്രഷറിൽ നിന്ന് ലെസ് പ്രഷറിലേക്ക് നമ്മൾ വായു എടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ ലെസ് പ്രഷർ ആണെങ്കിൽ നമ്മൾ എത്ര പ്രഷർ പൾമനറി ക്യാവിറ്റിയിൽ കുറച്ചാലും നോർമൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറും പൾമനറി പ്രഷറും ഗ്രേഡിയന്റ് അത്രയും വരില്ല നമ്മൾ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ. അപ്പൊ അവർക്ക് അവിടെയുള്ള ആളുകൾക്കൊക്കെ എങ്ങനെയായിരിക്കും വെച്ചാൽ RBCയുടെ കൗണ്ട് നമ്മളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. അത് അവിടെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഒരുപാട് വലിയ ഹിൽ സ്റ്റേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെയോ അതുപോലെ തന്നെ വല്ലാതെ തലവേദന എടുക്കുക, അങ്ങനത്തെ കുറേ സിംറ്റംസ് കാണാൻ പറ്റും. കുറച്ച് ദിവസം നമ്മൾ അവിടെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മൗണ്ടൻ സിക്നസ് പോകും. അതിനെയാണ് നമ്മൾ മൗണ്ടൻ സിക്നസ് എന്ന് പറയാം. നമ്മുടെ ബോഡിയിലും ഈ പറയുന്ന ഓക്സിജന്റെ കുറവ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ RBCയുടെ നമ്പർ കൂട്ടിയിട്ട് നമ്മുടെ ബോഡി തന്നെ അത് കോമ്പൻസേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബോഡി തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യും. അതിനെയാണ് എ കൈൻഡ് ഓഫ് അഡാപ്റ്റേഷൻ വിച്ച് ഒക്കേഴ്സ് ഇൻ ദ മൗണ്ടൻ റീജിയൻ. മൗണ്ടൻ സിക്നസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അത് ഒരു വലിയ ഡിസീസ് ഒന്നും അല്ല, നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ഒരുപാട് ലോ ലെവലിലേക്ക് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി പ്രോബ്ലമാറ്റിക്. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ ഈസ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ, it has an affinity towards carbon dioxide as well as it has an affinity towards oxygen. പക്ഷേ ഈ ഓക്സിജനും കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതൽ അഫിനിറ്റി ഹീമോഗ്ലോബിന് കാർബൺ മോണോക്സൈഡിനോടാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാർബൺ മോണോക്സൈഡിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ it will bind with the carbon monoxide and it will form carboxy hemoglobin. കാർബോക്സി ഹീമോഗ്ലോബിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, അത് അവിടെ നിന്ന് വിട്ടുപോരില്ല. അതൊരു പെർമനന്റ് ബൈൻഡിങ് ആണ്. അവിടെ ഒരു ഡിസോസിയേഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ ഫ്രീ ആകുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഓക്സിജന്റെ ഡെഫിഷ്യൻസി ഫീൽ ചെയ്യും, നമ്മൾ മരിച്ചു പോകാനുള്ള കാരണമാവും. അതാണ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹീമോഗ്ലോബിൻ when it join together it will form carboxy hemoglobin. ഓർത്തിരുന്നോളാം കേട്ടോ, carboxy hemoglobin. Carbon dioxide and hemoglobin when it join together it will form carbamino hemoglobin. Okay, now next one is anoxia. Anoxia എന്ന് പറയുന്നത് അനോക്സിയയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് ഹൈപ്പോക്സിയ. അതായത് ഇൻസഫിഷ്യന്റ് ഓക്സിജൻ സപ്ലൈ ടു ടിഷ്യൂ. അതായത് ഓക്സിജന്റെ കുറവ് നമ്മുടെ ടിഷ്യൂസിൽ കാണുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോക്സിയ അല്ലെങ്കിൽ അനോക്സിയ എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മള് ഒരു എർത്ത് നമുക്കറിയാം മോയിസ്റ്റ് സർഫസിൽ കൂടിയാണ് അതിന്റെ അതിന്റെ ബ്രീത്തിങ് നടക്കുക അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ഈ എർത്ത് വോമിനെ പിടിച്ച് ഡ്രൈ കണ്ടീഷനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മോയിസ്റ്റ് സ്കിന്നൊക്കെ എന്തായി പോകും, ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഹൈപ്പോക്സിയ അല്ലെങ്കിൽ അനോക്സിയ കണ്ടീഷനാണ്. ഇൻസഫിഷ്യന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ ടു ദ ടിഷ്യൂ. ഇനി ആസ്ഫിക്സിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അനോക്സിയ അല്ലെങ്കിൽ ഹൈപ്പോക്സിയ, ഇൻസഫിഷ്യന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ ടു ടിഷ്യൂസ്. ആസ്ഫിക്സിയ എന്ന് പറയുന്നത് ആസ്ഫിക്സിയ എന്ന് പറയുന്നത് അനോക്സിയ ലീഡ് ടു ആസ്ഫിക്സിയ. അതായത് ഹൈപ്പോക്സിയ അല്ലെങ്കിൽ അനോക്സിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടല്ലോ, അതായത് ലെസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ്. അത് കുറെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് ടിഷ്യൂസ് ലിബറേറ്റ് ചെയ്യുന്നത് അവിടെ തന്നെ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ആസ്ഫിക്സിയ എന്ന് പറയുന്നത്. ആസ്ഫിക്സിയ ലീഡ് ടു ഡെത്ത് ഓഫ് ദ ഓർഗാനിസം. ഓക്കെ, നെക്സ്റ്റ് വൺ കൊറൈസ എന്ന് പറയുന്നത് കോമൺ കോൾഡിനെയാണ് കേട്ടോ. കൊറൈസ അല്ലെങ്കിൽ കോമൺ കോൾഡ്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ റൈനോ വൈറസ് ഉണ്ടാക്കുന്നതാണ് കൊറൈസ അല്ലെങ്കിൽ കോമൺ കോൾഡ്. അതുപോലെ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഇതേപോലെ കൊറൈസ അല്ലെങ്കിൽ കോമൺ കോൾഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, കുറച്ച് നാൾ തുമ്മി ചീറ്റി അതുപോലെ തന്നെ കുറച്ച് ജലദോഷമൊക്കെ വന്നാൽ അതങ്ങ് പൊയ്ക്കോളും. ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുതൽ അത് നീണ്ടു നിന്നാൽ മാത്രമാണ് നമുക്ക് കെയർ ചെയ്യേണ്ടുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ സീരിയസ് ഇഷ്യൂ ആൻഡ് ഇറ്റ് വിൽ ജസ്റ്റ് അഫക്ട് ദ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. നമ്മുടെ ലങ്സിനെ ഒന്നും എഫക്ട് ചെയ്യുന്നതല്ല, നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ മാത്രം ഇൻഫെക്ഷൻ ഉണ്ടാക്കുള്ളൂ. ഈ കൊറൈസ അല്ലെങ്കിൽ കോമൺ കോൾഡ് റൈനോ വൈറസ് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ മാത്രമാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുള്ളൂ. ഇനി ഇൻഫ്ലുവൻസ വൈറസ് ഇറ്റ് ലീഡ് ടു
കുറേയും കൂടെ, അതായത് ഫീവർ ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഹെഡ് ഏക്ക് ഉണ്ടാവും, കോൾഡ് ഉണ്ടാവും, സ്നീസിങ് ഉണ്ടാവും, കോഫിങ് ഉണ്ടാവും, അങ്ങനെ കുറേ ഒരുപാട് സിംറ്റംസ് കാണിക്കും ഇൻഫ്ലുവൻസ വൈറസിന്റെ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഫ്ലൂ. ഓക്കെ, അതും ഒരു തരത്തിലുള്ള എന്താണ് വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഇനി സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, അതായത് സാൾസ്. സാൾസ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ന്യൂമോണിയ പോലത്തെ ഒരു സിംറ്റംസ് ആയിരിക്കും ഈ സാൾസ് ഉണ്ടാക്കുക. ഇത് ഉണ്ടാകുന്ന ഹ്യൂമൻ കൊറോണ വൈറസ് കൊണ്ടാണ്. സാൾസ് ഉണ്ടാകുന്നത്. ഹ്യൂമൻ കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻഫ്ലുവൻസ വൈറസിന്റെ ഒരു മ്യൂട്ടേറ്റഡ് ഫോമാണ് ഹ്യൂമൻ കൊറോണ വൈറസ് കേട്ടോ. HCV, ഹ്യൂമൻ കൊറോണ വൈറസ്. ഹ്യൂമൻ കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടല്ലോ, ഇൻഫ്ലുവൻസ വൈറസിന്റെ ഒരു മ്യൂട്ടേറ്റഡ് ഫോമാണ് ഹ്യൂമൻ കൊറോണ വൈറസ് എന്ന് പറയുന്നത്. ദാറ്റ് ലീഡ് ടു സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. നമ്മുടെ ലങ്സിനൊക്കെ ഡാമേജ് വരും, ലങ്സ് കംപ്ലീറ്റ് നശിച്ചു പോവുകയും ചെയ്യും. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് ഉണ്ടല്ലോ, കോവിഡ്, അതൊക്കെ ഇതിന്റെയൊക്കെ മ്യൂട്ടേറ്റഡ് ഫോമാണ്. ഹ്യൂമൻ കൊറോണ വൈറസിന്റെ മ്യൂട്ടേറ്റഡ് ഫോമാണ് സാൾസ് ഉണ്ടാക്കുന്നത്. സാൾസ് ശരിക്കും പറഞ്ഞാൽ സാൾസ് ഇറ്റ് ഈസ് എ ഫേറ്റൽ ഡിസീസ്. അതിന്റെ തന്നെ കുറച്ചും കൂടെ പെട്ടെന്ന് പാൻഡമിക് ആയിട്ട് പടരുന്ന തരത്തിലുള്ള ഒരു വൈറസ് ആണ് ഈ പറയുന്ന COVID-19 എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഒരു വേറൊരു മ്യൂട്ടേറ്റഡ് ഫോം വിച്ച് ഈസ് നൗ വി ആർ ഫേസിങ് മെനി പ്രോബ്ലംസ് വിത്ത് ദാറ്റ് കോവിഡ്, റൈറ്റ്? അതിന്റെ ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസ വൈറസ് സാധാരണ നമ്മുടെ ബോഡിയിൽ വന്നു പോകുന്ന ഒരു ഫ്ലൂ ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണ്. അതിന്റെ മ്യൂട്ടേറ്റഡ് ഫോമാണ്. അതിന്റെ മ്യൂട്ടേറ്റഡ് ഫോം പാൻഡമിക് ആവുന്ന തരത്തിൽ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ളതാണ് COVID-19 എന്ന് പറയുന്നത് കേട്ടോ. സോ ദീസ് ആർ ദ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. ഓക്കെ, ഈ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എംഫിസീമ പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്ന ഡിസീസ് എന്താണ്, ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ, ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ മണ്ണിരേനെ പിടിച്ച് ഡ്രൈ കണ്ടീഷനിലിട്ട അത് ചത്തുപോകാനുള്ള കാരണം എന്താണ്? ഹൈപ്പോക്സിയ ലീഡ് ടു ആസ്പിക്സിയ. ഹൈപ്പോക്സിയ കണ്ടീഷൻ അത് ഏതാ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അത് എഴുതിക്കോളൂ. ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഓക്സിജന്റെ ഡെഫിഷ്യൻസിയാണ്. ഓക്സിജന്റെ ഡെഫിഷ്യൻസി ഇറ്റ് ലീഡ് ടു ദ അക്യുമുലേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അതാണ് ആസ്പിക്സിയ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഇത് ചത്തുപോകാനുള്ള കാരണം കേട്ടോ. അതേപോലെ നമ്മൾ ഈ ആസ്മയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇൻഫ്ലമേഷൻ ഇൻ ബ്രോങ്കൈ ആൻഡ് ബ്രോങ്ക്യൂൾ, അതും ചോദിച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിനകത്തും ചോദിക്കാറുള്ളൂ. പക്ഷേ യു ഹാവ് ടു സ്റ്റഡി ദീസ് ഓൾ, ദെൻ ഓൺലി യു വിൽ ബി ഏബിൾ ടു ആൻസർ പർട്ടിക്കുലർ സ്പെസിഫിക്കലി നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഇത് മുഴുവൻ വായിച്ചിരിക്കണം കേട്ടോ. ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ.